ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് മാച്ചൊക്കെ നടക്കുമ്പോൾ മിക്ക വാർത്താ ചാനലുകളുടെയും ഒരു അറ്റത്ത് ഒരു മൂലയിൽ സ്കോർ ബോർഡ് കാണിക്കാറുണ്ട്. ആ വിധത്തിൽ ഒരു സ്കോർ ബോർഡ് കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ സ്ക്രീനിൻ്റെ ഒരു മൂലയിൽ പ്രദർശിപ്പിക്കേണ്ട സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് ഓരോ ദിവസവും രാവിലെ മുതൽ 1, 2, 3 BJPയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ എണ്ണമെടുത്ത് സ്കോർ ബോർഡ് വെക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് പോകുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ളൊരു ചിത്രം നിലനിൽക്കുമ്പോൾ ഏത് വിധേനയും കള്ളപ്രചരണം നടത്തിയും അസത്യം പറയും. ഈ നാട്ടിൽ നടക്കുന്ന മരണങ്ങളെപ്പോലും, ഈ നാട്ടിൽ സംഭവിക്കുന്ന ദാരുണമായ മരണങ്ങളെപ്പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലയിലേക്ക് കേരളത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായിട്ടുള്ള KPCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ മാറുന്നത് ഖേദകരമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ പറഞ്ഞ ആളുകൾക്ക് ഈ നിലയ്ക്കുള്ള പ്രവർത്തിക്ക് രാഷ്ട്രീയ ചരിത്രം മാപ്പ് നൽകില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. KSU സംസ്ഥാന പ്രസിഡന്റിൻ്റെ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ആരോപണങ്ങളെക്കുറിച്ച് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇപ്പോൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്ന കള്ളത്തരങ്ങൾ ആവർത്തിക്കുന്ന കോളാമ്പി. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ 2 കോളാമ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മുറുക്കി തുപ്പുന്ന കോളാമ്പി ഉണ്ട്, ആ കോളാമ്പി അല്ല, മറിച്ച് ശബ്ദം കേൾക്കുന്ന കോളാമ്പി ഉണ്ടല്ലോ. ആ കോളാമ്പി നിലവാരത്തിലേക്ക് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഖേദകരമാണ്. ഈ നിലയിൽ നിങ്ങൾക്ക് SFIയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ആ വിമർശനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അത് ഞങ്ങൾ തിരുത്തപ്പെടേണ്ടുന്ന വിമർശനങ്ങളാണ്, ഞങ്ങൾ തിരുത്തും. അതിനകത്തൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. എന്നാൽ തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടനയെ പൊതുസമൂഹത്തിന് മുൻപിൽ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഇടപെടൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ല, ഈ കലോത്സവത്തിൻ്റെ പ്രാരംഭഘട്ടം മുതലേ ആ കലോത്സവം അലങ്കോലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാർ ഇവാനിയോസ് കോളേജ് കഴിഞ്ഞ് ഏതോരം വർഷങ്ങളായിട്ട് ഓവറോൾ കിരീടം നേടിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസാണ്. ഇപ്പോൾ ഇതിൻ്റെ പോയിന്റ് പട്ടിക പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾക്കൊക്കെ മാർ ഇവാനിയോസിന് തന്നെ പ്രൈസ് ഉള്ളത്. അതിലേറ്റവും മികച്ച പ്രകടനം മാർ ഇവാനിയോസിനകത്ത് വിദ്യാർത്ഥികൾ നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഏത് ഘട്ടത്തിലാണ് SFI ആ കലോത്സവത്തിനകത്ത് ഇടപെടുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർ തെറ്റായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നു? ഈ ആരോപണം 2 ഇവൻറ്റുമായി ബന്ധപ്പെട്ട് അവിടെ ആരോപണം ഉയർന്നു വന്നു. ആ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിനകത്ത് ഇടപെടുകയും പരാതിപ്പെടുകയും ചെയ്തതിൻ്റെ സംഘാടകനാണ്. അല്ല, SFIയുടെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലുമല്ല. ആദ്യത്തെ പരാതി കൊടുക്കുന്നത് സർവകലാശാല യൂണിയൻ്റെ ചെയർമാനാണ്. സർവകലാശാല യൂണിയൻ്റെ ചെയർമാനാണ് ആദ്യ പരാതി കൊടുക്കുന്നത്. രണ്ടാമത് പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് SFIയുടെ ജില്ലാ പ്രസിഡന്റ് നന്ദൻ, അദ്ദേഹം അതിൻ്റെ ബാക്കി ജഡ്ജസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവരങ്ങളും വിശദാംശങ്ങളും പോലീസിന് കൈമാറുകയും വിജിലൻസിൻ്റെ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു നിലയ്ക്കുള്ള ഭീഷണിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല, ഒരു നിലയ്ക്കുള്ള മർദ്ദനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മുൻപിൽ വസ്തുതകളുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ആ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പോലീസ് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ തന്നെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ടല്ലോ. ആ മെഡിക്കൽ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് പരിശോധിക്കാമല്ലോ. ഇതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് എവിഡൻസ് നിൽക്കുമ്പോൾ ഇങ്ങനെ വായുവിൽ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കുകയാണ്, അനാവശ്യമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. SFI ആക്രമിച്ചു എന്നുള്ള, അല്ലെങ്കിൽ SFI ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന നിലയിലേക്കുള്ളൊരു ചിത്രീകരണം നടത്തുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനകത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ആരോപണം, അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള എന്തെങ്കിലും വിവരത്തിൻ്റെ പുറത്തായിരിക്കും. വീട്ടുകാരും SFI മർദ്ദിച്ചു എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി SFI ആക്രമിച്ചു, SFI മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റോ? അതെന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. ഞങ്ങളത് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് നിന്ന, അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന ഒരാളും ആ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുക.